ദ ഈസിയസ്റ്റ് ആൻഡ് ദ ടഫസ്റ്റ് വേ ടു എൻഡ് എ കാർമിക് റിലേഷൻ. നിങ്ങൾക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് തരുന്ന ഒരു കാർമിക് റിലേഷൻ അല്ലെങ്കിൽ റിലേഷൻസ് അല്ലെങ്കിൽ ഒരു ലൂപ്പ് അല്ലെങ്കിൽ നിരന്തരമായി വരുന്ന സിറ്റുവേഷൻസ്, ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ അതിനെ നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് ത്രൂ അവയർനെസ്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. എന്താണ് ഈ വ്യക്തികൾ, ഈ സിറ്റുവേഷൻ എന്നെ പഠിപ്പിക്കുന്നത്? ഞാൻ ആ ലെസൺ പഠിച്ചു, ഞാൻ കംപ്ലീറ്റ്ലി പഠിച്ചിട്ടുണ്ടോ? പഠിക്കുമ്പോൾ മാത്രമേ ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആവുള്ളൂ എന്നുള്ളൊരു അവയർനെസ്. ആൻഡ് ദ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫൊർഗീവ്നെസ്. ഫൊർഗീവ്നെസ് എന്നുള്ള ഒരു മഹത്വമേറിയ ഒരു പാഠം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെടുത്തും ഫൊർഗീവ് ചെയ്യാൻ പറ്റണം, ഈ റിലേഷൻസിലും നമുക്ക് ഫൊർഗീവ് ചെയ്യാൻ പറ്റണം. അവർ നമ്മളെ പോയിന്റ് ചെയ്ത് കാണിക്കുകയാണ്, നമ്മളുടെ ഒരു റിഫ്ലക്ഷൻ ആണ്, ഒരു മിററാണ് ഈ പറയുന്ന കാർമിക് റിലേഷൻസ്. മേ ബി അത് നിങ്ങളുടെ പാരൻസോ പാർട്ട്നേഴ്സോ ലൗഡ് വൺസ് ആയിരിക്കും കൂടുതൽ. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളുടെ അടുത്തു നിന്നായിരിക്കും ഈ ഒരു വിഷമങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക. സോ ഇതിൽ നിന്ന് ഞാൻ എന്ത് പഠിക്കുന്നു, ഞാൻ എന്ത് ലെസൺ പഠിക്കുന്നു? ഓരോരുത്തരുടെ ലെസൺസും ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് അത് നമുക്ക് എല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. ഇത് അവരെ ഫൊർഗെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിനെ മറന്ന് കളയുന്നതിന് കൊണ്ടല്ല. ഇത് എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ഒരു സമാധാനം, നമ്മളുടെ ഒരു മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫൊർഗീവ് ചെയ്യുന്നത്. നമ്മൾക്ക് എത്രമാത്രം നമ്മൾ ക്യാരി ചെയ്യുന്നു അതനുസരിച്ച് ആ ബർഡൻസ് കൊണ്ട് നമുക്ക് നീങ്ങാൻ പാടില്ലേ. സോ അതിനെ അവിടെ നമുക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നതാണ് ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൂള്. സോ ഇതിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കോൺടാക്ട് മീ, ബിക്കോസ് ഫൊർഗീവ്നെസ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹാവ് ടു ലേൺ ഇൻ ദിസ് ലൈഫ് ടൈം. ആൻഡ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ.